എനിക്ക് വിശക്കുമ്പോൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ള ഒരു ഐറ്റമാണ് നിങ്ങളെ കാണിക്കുമ്പോൾ. ഞാൻ തന്നെ കണ്ടുപിടിച്ച ഐറ്റം കേട്ടോ. അങ്ങനെ 3 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് സ്ലൈസായിട്ട് നല്ല പോലെ അരിഞ്ഞെടുക്കേണ്ടത്. സ്ലൈസായിട്ട് അരിയണം കേട്ടോ, നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്താലും നല്ല ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാവ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. 2 വലിയ കയ്യിൽ മൈദ എടുക്കാം, പിന്നെ 1 വലിയ കയ്യിൽ അരിപ്പൊടിയും കൂടി ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിന് പാകത്തിന് വേണ്ട ഉപ്പ് എടുക്കുക. പിന്നെ ഇതിൻ്റെ മാവ് മിക്സ് ചെയ്യുമ്പോൾ അതായത് വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ലൂസല്ല നല്ല തിക്കല്ല, ആ പാകത്തിനാണ്. പിന്നെ ഞാൻ 1 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ മിക്സ് ആക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. പക്ഷെ നല്ല ടേസ്റ്റും നല്ല സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഇത് ഇട്ടെടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കാം. ഇത് കട്ടിയല്ല ലൂസല്ല, അങ്ങനെ ഒരു മീഡിയം ലെവലിലാണ് നമ്മൾ ഇതാക്കേണ്ടത്. ഇനി നമ്മളെന്ത് ചെയ്യുക, നമ്മുടെ ഫ്രൈ പാൻ വെക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് മുക്കുക, എന്നിട്ട് ഫ്രൈ ആക്കി എടുക്കുക. നമ്മുടെ മുട്ട പൊരിച്ചതില്ലേ, അതിൻ്റെ മുട്ട ബജി, അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ട്. കാണാനും അതുപോലെയൊക്കെ ആട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ്. നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യാൻ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട്. സോസിൽ മുക്കി കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ, ഞാൻ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ നമുക്കിതിനൊരു പേരിടാം. നമുക്കിതിന് കിഴങ്ങ് ബജി എന്നൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക.